വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല. That's me, bro. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബംബിൾ ബീനെ ദാറ്റ് ഈസ് എന്റെ ബൈക്കിനെ റീസ്റ്റോറിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. ആസ് യു നോ ഗൈസ്, ഈ ഒരു ബൈക്കിന്റെ പേരെന്ന് പറഞ്ഞാൽ ബംബിൾ ബി എന്നാണ് കേട്ടോ. ഞാൻ ഇവരെ ബംബിൾ ബി എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ബേബിയാണ്. ഓക്കെ, അപ്പൊ കുറെ ആളുകളുണ്ട്, കുറെ ആൾക്കാർ ചോദിക്കണ്ടായിരുന്നു ബ്രോ എന്ത് ബംബിൾ ബീനെ ഇപ്പൊ കാണില്ലെന്നും. ആക്ച്വലി പറയുകയാണെങ്കിൽ 1 വർഷമായിട്ട് നമ്മുടെ ചെറുക്കൻ നമ്മൾ ഇവിടെ എടുക്കാനായിട്ട് ഇവിടെ വെച്ചിരിക്കുവായിരുന്നു. വേറെ ഒന്നും ഉണ്ടല്ല, ഇപ്പൊ 2 സ്കൂട്ടി ഓൾറെഡി ഉണ്ട്, ചേട്ടൻ്റെ പിള്ളേരും ഉണ്ട്, പിന്നെ ഇപ്പൊ 3 കാറുണ്ട്. ഈ കാറൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ സേഫ്റ്റി കൺസേൺസ് കൊണ്ട് ബൈക്ക് ഞാൻ സത്യം പറയാൻ എടുക്കണില്ല. ഏകദേശം ഒരു 10-12 അല്ലെങ്കിൽ 1 വർഷം ആയത് വണ്ടി എടുത്തിട്ട്. അപ്പം 1 വർഷം എടുക്കാത്തതിന്റെ കുറെ കുഴപ്പങ്ങൾ നമ്മുടെ ബംബിൾ ബി വന്നിട്ടുണ്ട്. ലൈക്ക് ഇപ്പൊ നമ്മുടെ ബ്രേക്ക് പാഡൊക്കെ എന്തോ അടിച്ചിരിക്കുമോ, വണ്ടി നമുക്ക് തള്ളാനൊക്കെ ഭയങ്കര തള്ളാനൊക്കെ പറ്റുള്ളൂ, വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഭയങ്കര സ്പീഡ് തള്ളാൻ പോലും പറ്റത്തില്ല. ബ്രേക്കൊക്കെ കടിച്ചിരിക്കുവാണ്. 2 ടയറിന്റെ എയർ ഫുള്ള് കംപ്ലീറ്റ്ലി അങ്ങ് പോയിരിക്കുവാണ്. അതുപോലെ തന്നെ ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററി ഫുള്ള് അടിച്ചു. ഈ വണ്ടിക്കാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറയുന്നേ അല്ല, ഇവിടെ കിക്കറും കാര്യങ്ങളൊന്നും ഇല്ല ഈ വണ്ടിക്ക്. പിന്നെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ അങ്ങ് തുരുമ്പിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ റിയോ കണ്ട ചെയിൻ ഫുള്ള് കംപ്ലീറ്റ്, ചെയിനൊക്കെ എൻ്റെ അല്ലിൽ മാറ്റായിട്ട് വരും, കാരണം ചെയിനൊക്കെ ഫുള്ള് തുരുമ്പടിച്ചിരിക്കുവാണ്. ഈ സാരി കാണാണെങ്കിലും ഫുള്ളി തുരുമ്പടിച്ചിരിക്കുവാണ്. ഇതൊക്കെ ചെറുതായിട്ട് വളഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ മോണോ സസ്പെൻഷനൊന്നും കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ആവുമോ, കീയെങ്കിലും വർക്ക് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അല്ല അതിന് മുമ്പ് ജസ്റ്റ് പെട്രോൾ ടാങ്കിനകത്ത് പെട്രോൾ ഉണ്ടാ നോക്കട്ടെ. ഓ, ടാങ്കിലുണ്ട് കേട്ടാ, ടാങ്കിലുണ്ട്. വണ്ടി യൂസ് ചെയ്യേണ്ടിരുന്നാലും പെട്രോൾ ഒഴിച്ചിട്ടേക്കണം, ഇല്ലെങ്കിൽ ടാങ്കിന് ദ്രവിച്ച് അതിനകത്ത് ഓട് വരുമെന്നൊക്കെ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കീ ഇടാം. ഓക്കെ, സ്റ്റാർട്ട് ആവില്ലെന്ന് നോക്കാം ഗൈസ്. വാവ്, സ്റ്റാർട്ട് ആവുന്നില്ല. വാവ്, കംപ്ലീറ്റ്ലി നമ്മുടെ ബംബിൾ ബി അങ്ങ് ഷട്ട് ഡൗൺ ആയിരിക്കുവാണ്. ഡെഡ് ആയിട്ടില്ല, ഷട്ട് ഡൗൺ ആയിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇവരെ ഫുള്ളി റീസ്റ്റോർ ചെയ്യാൻ പോകുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ചേട്ടനാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. ഇന്നലെ വിളിച്ചപ്പോൾ എങ്ങനെ മനസ്സിലായി? സൗണ്ട് കേട്ടിട്ടാണ് നമ്പർ ഉണ്ടായിരുന്നല്ലേ? ഓ, അടിപൊളി. അപ്പോൾ ചേട്ടാ, നമ്മുടെ ബംബിൾ ബിയുടെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഒരു 8-9 മാസമായിട്ട് ഞാൻ വണ്ടി എടുത്തിട്ടില്ല. അപ്പം എങ്ങനെയൊക്കെ ചെറുക്കനെ രക്ഷിക്കാൻ പറ്റുമോ ഫുള്ളി സെറ്റാക്കിയിട്ട് വേണം എനിക്ക് തരാൻ. ഏകദേശം എത്ര ദിവസം എടുക്കുമായിരിക്കും എന്നാൽ? 3-4 ദിവസത്തിന്. ഓക്കെ, അപ്പോൾ മാക്സിമം റെഡിയാക്കി വെക്കണം. എന്തൊക്കെ ഒന്ന് നോക്കട്ടെ ചേട്ടാ, ഫുള്ളി അവനെ സെറ്റാക്കിയിട്ട് എനിക്ക് തരാനുള്ളൂ കേട്ടാ. അപ്പോൾ ഒരു ഇടി ചെയ്യും. പരിചയപ്പെടുത്താൻ പോകുന്ന ഇതിന്റെ പ്രത്യേകത ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് കുറെ പൈസ ഉണ്ടാക്കാം. അപ്പൊ ഗൈസ് ഇനി എങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് കാണിച്ചു. അപ്പൊ ഗൈസ് നമ്മളിവിടെ വെച്ച് വെച്ചിരിക്കുകയാണ്. എന്ത് നടക്കും നമുക്ക് നോക്കാം. കമോൺ ബോയ്, പറക്ക് പറന്നു വാ. 8120 ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് waiting for the next round man. Come on, pick up man, come on bro. ഇത്ര മതി. guys 7560 രൂപ. പോളി, 2 days में lucky day guys. flew away. വാ next എടുക്കാം. Okay, pick up. Okay. വാ. ദേ 126 കേറോ. Yeah guys, wow. 5850 രൂപ. പോളി, ഇത് ശരിക്കും ലക്കി ഡേ കേട്ടോ. Wow man, that's cool. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വിഡ്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്നതാണ്. പിന്നെ ഗൈസ് ഈ ഒരു 1 minute അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് വിഡ്രോവൽ വിത്തൗട്ട്
പെർമിഷൻ, സിമ്പിൾ രജിസ്ട്രേഷൻ, നോ വെരിഫിക്കേഷൻ. പിന്നെ ഗൈസ് എന്റെ സ്പെഷ്യൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് കാര്യം 25,000 rupees ആണ് ഗൈസ് തരുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. എന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് എന്റെ പ്രൊമോ കോഡ് അടിക്കണം. ദാറ്റ് ഈസ് TECHY500. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ UPI മെത്തേഡ് യൂസ് ചെയ്യണേ ഞാൻ പറയത്തുള്ളൂ. ദാറ്റ് ഈസ് പേടിഎം ആണെങ്കിൽ അത്ര നല്ല, കാരണം അതാണ് ഭയങ്കര ഫാസ്റ്റ്, അതുപോലെ തന്നെ എഫിഷ്യന്റും. ഇപ്പൊ തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വന്നിരിക്കണം കേട്ടാ. അപ്പൊ ഗൈസ് ഇപ്പൊ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും, പ്ലേ ചെയ്യും. അങ്ങനെ ഗൈസ് നമ്മൾ ബംബിൾ ബീനെയൊക്കെ നേരെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് നമ്മൾ നേരെ ഇപ്പൊ നമ്മുടെ ബെൻസ് കൂട്ടരുന്ന് വിറകും ഗോകുലുമായിട്ട് നേരെ കരുനാഗപ്പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇതാണ് കാണിച്ചു കൊടുത്തേ. ഓക്കെ, അപ്പൊ ഗൈസ് കേട്ടാ ഒരു സൗണ്ട് കേട്ടാ, കീ 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 കീ. അതെന്താന്ന് വെച്ചാൽ വണ്ടിയുടെ ബ്രേക്ക് ഷൂ ഉണ്ടല്ലോ, അത് തീർന്നു, ഇത്തിരി കൂടെ എങ്ങാണ്ടുള്ളു. അപ്പൊ അത് മാറാൻ വേണ്ടിട്ട് നമ്മൾ നേരെ കരുനാഗപ്പള്ളിയിലോട്ട് സച്ചിന്റെ അങ്ങോട്ട് പോവാണ്. പിന്നെ അവന്മാരെ കണ്ടിട്ട് കുറച്ച് നാളായിരുന്നു. നമ്മൾ സച്ചിൻ ഫോഷോട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. ഈ വീട് മൊത്തത്തിൽ കറപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ ചെറുക്കൻ. അകത്തിരിക്കണവരൊക്കെ വെന്ത് ചാകുമെന്ന് ഇനി എനിക്ക് തോന്നുന്നത്. ഒരു അവൻ കണക്കന്നെ ഇരിക്കുന്നത് ഇതവൻ. ഈ സൈഡ് കിടന്ന് കാറിക്കൊണ്ടിരിക്കുക. പാട് തീർന്നു. ആ സൈഡിലാണ് ഒച്ച കേൾക്കണത്. ആ സൈഡിലാണ് ഫുള്ള് തീർന്നിരിക്കുന്നത്. ഇത് പക്ഷെ വേറെ കാര്യമുണ്ട്, റോട്ടർ കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. എന്തായാലും കുറച്ച് ഞാൻ പോസ്റ്റ് ആവും, എത്ര ഉള്ളു കയറ്റിട്ട് അടിക്കാം. എന്റെ മോനെ ഗൈസ്, ഇത് ബെൻസ് ആണ്. ബെൻസ് ആണോ? ഇവിടെ ബെൻസിന്റെ സിമ്പിളൊക്കെ ഉണ്ട്. ബെൻസ് ആണോ ബ്രോ? ഇവിടെ ഇത്ര പേര് ഇത് ഈ വി ക്ലാസ്സാ? ഇമ്പോർട്ടഡാ വി ക്ലാസ്. എന്താണ് ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബെൻസ് കാണുന്നത് കേട്ടാ. എന്തോടാ ഈ മദ്യപാനം മാത്രമല്ല മനസ്സിൽ നന്നായിക്കൂടെ ഗൂഗിളേ ഇവിടെ അടിപൊളിയല്ലേ ഇത്. സീറ്റൊക്കെ നോക്കി എനിക്കൊന്ന് തിരിക്കാതെ ഒന്ന് ഏതട്ടിയാണ്. പക്ഷെ ഇത് കൊള്ളാം കേട്ടാ. എടാ പക്ഷെ അടിപൊളിയല്ലേ. നമ്മുടെ ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ വി ക്ലാസ് ഒന്ന് അപ്പൊ ഇതാണ് ഇവന്റെ ബെൻസിന്റെ ബ്രേക്ക് പാഡ് വരുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും വീഡിയോയിൽ അവൻ പറഞ്ഞു തരും. ഇപ്പൊ അവൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇന്ന് ഇടാനുള്ള വീഡിയോ ആണ് കേട്ടോ. എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗോകുലോട് ഉറങ്ങുന്നോണ്ട് ഞാൻ കാണിക്കുന്നില്ല, അവൻ തൊപ്പി വെച്ചിട്ടില്ല. അപ്പൊ ഗൈസ് നമ്മുടെ വെൻഷൂട്ടർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയുകയാണ്, ദാറ്റ് ഈസ് അബിയും ദീക്ഷിതൊക്കെ അവിടെ സേഫ് ആയിട്ട് കാനഡയിൽ എത്തി. അപ്പൊ ഗൈസ് അബിയും ദീക്ഷിതൊക്കെ സേഫ് ആയിട്ട് കാനഡയിൽ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവന്മാര് ഹാപ്പിയാണ്, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഒരു ചെറിയൊരു ഹെൽപ്പ് വേണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ പറ്റുവാണെങ്കിൽ, വല്ല പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ അവന്മാർക്ക് സെറ്റ് ആയിട്ടില്ല. അപ്പൊ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും രീതിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് കൊടുത്തേക്കാം. അവന്മാർ എവിടെയാണ് സ്റ്റേ ചെയ്യണമെന്ന് വെച്ചാൽ ഒണ്ടാരിയോ ഗുൾഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവന്മാർ സ്റ്റേ ചെയ്യണത് കാനഡയിൽ. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് വല്ല പാർട്ട് ടൈം ജോബോ എന്തെങ്കിലും ഏതെങ്കിലും രീതിക്ക് ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതായിരിക്കും. അവന്മാരവിടെ സെർച്ച് ചെയ്യേണ്ടിരിക്കുകയാണ്. എന്നാലും എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കണക്ഷനാ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ കൊടുത്തേക്കാം. പിന്നെ ആർക്കെങ്കിലും എന്നെ സ്പോൺസർ ചെയ്യണമെങ്കിൽ, കാനഡയിലിട്ട് ആർക്കെങ്കിലും എന്നെ സ്പോൺസർ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗൈസ്, യു ക്യാൻ. നിങ്ങൾ വേണ്ടി ഇത്ര എന്നെ വലിയ വെച്ചാൽ ബ്രോ സഞ്ജീവ് ബ്രോ ഞാൻ കണ്ടുക്കളെന്ന് പറഞ്ഞു വെച്ചാൽ അത് ഇതേ ഞാൻ പറന്നു വരും. ഞങ്ങളവിടെ അടിച്ചു പൊളിക്കുന്നതാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ലവ് യു ഗൈസ്. അപ്പൊ വണ്ടി റെഡിയാക്കണ്ടിരിക്കട്ടെ. മറക്കല്ലും ഇതൊന്നുമല്ല, വലുതെന്ന് പറഞ്ഞാൽ മറ്റേ ഇതാണ് നമ്മുടെ ചെക്കന്മാരെ എന്തെങ്കിലും രീതിക്ക് പാർട്ട് ടൈം ജോബ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്ക്. പിന്നെ അതിന്റെ സൈഡിൽ കൂടെ എന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ഓക്കെ നോ വറീസ്. ഓക്കെ ലവ് യു ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഒരു 3000 രൂപ പറ്റി വെച്ച് കളിച്ച് നോക്കാം. പൈസ കിട്ടുമല്ലേ നോക്കട്ടെ. നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാം. 3000 രൂപ ഇട്ടിട്ട് എത്ര മാറ്റാം ഗൈസ്. ഓക്കെ യെസ്, 3000 രൂപ ഇട്ടിട്ട് 4920 രൂപ. അവസാനമായിട്ട്
മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് ഇത്ര പറയാനുള്ളത്, കളിക്കുമ്പോൾ ഈ ഗെയിം കളിക്കുമ്പോൾ സൂക്ഷിച്ച് കണ്ടൊക്കെ കളിക്കണം. കാരണം പൈസ പോകാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ പൈസ കിട്ടുകയും ചെയ്യും, കിട്ടത്തില്ലെന്നല്ല, പൈസ കിട്ടുകയും ചെയ്യും, പക്ഷെ കൂടുതൽ ചാൻസസ് പോകാനാണ്. അപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ളൂ, കുറെ പൈസ നിങ്ങൾ ഒരിക്കലും ഇട്ട് കളിക്കലും, തുച്ഛമായ ചെറിയ എമൗണ്ട് ഇട്ടിട്ട് അതിൽ നിന്ന് വിൻ ചെയ്തിട്ട് ആ പൈസ വെച്ചിട്ട് വീണ്ടും വീണ്ടും കളിച്ചുണ്ടാക്കാനേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും നിങ്ങളെ കയ്യിരിക്കണ പൈസ ഒന്നും കുറെ എടുത്ത് ദാറ്റ് ഈസ് ചെലവാക്കലും. കാരണം ലാസ്റ്റ് ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അവിടെ നിന്ന് കരയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്ലീസ്. ഓക്കെ, ലവ് യു ഗൈസ്.